24ാമത് ലോക്സഭാ ഇലക്ഷൻ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും പ്രചരണങ്ങൾ തീവ്രമാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 19 തുടങ്ങിയ ഒന്നാം ഘട്ടം ജൂൺ 1 നടക്കുന്ന അവസാനത്തെയും 7ാമത്തേതുമായ ഘട്ടത്തോടെ പരിസമാപിച്ച് ജൂൺ 4 തീയതി വോട്ടെണ്ണലിലേക്കും ഫലപ്രഖ്യാപനത്തിലേക്കും പോകുമ്പോൾ ജനാധിപത്യത്തിലെ ഏറ്റവും ബൃഹത്തായ തിരഞ്ഞെടുപ്പിനാണ് ലോകം സാക്ഷിയാവുന്നത്. NDA സ്റ്റാർ ക്യാമ്പയിനർമാരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ അണിനിരന്നപ്പോൾ മറുപുറത്ത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ ഇന്ത്യ മുന്നണിയുടെ താരപ്രചാരകരായി. ഇന്ത്യ മുന്നണി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മത്സരിക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങൾ ചുമക്കുന്ന ഇന്ത്യ മുന്നണി പലയിടത്തും പരസ്പരം മത്സരിച്ചത് തിരിച്ചടിയായി. ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ CPIയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ചത്. NDA 400 കിടക്കുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിനെതിരെ ഇന്ത്യ മുന്നണി നേതൃത്വം സ്വാഭാവികമായി പ്രചരണം നടത്തിയത് വലിയ മാർജിനിൽ NDA അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തുമെന്ന ഭയം പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് ഇന്ത്യ മുന്നണിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ത് എന്ന് പറയുന്നതിനു പകരം മുന്നണി നേതാക്കൾ പലപ്പോഴും പ്രാധാന്യം നൽകിയത് സൗജന്യങ്ങൾ വാരിവിതറും എന്ന പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. രാജ്യത്തെയും ജനങ്ങളെയും മുന്നോട്ട് നയിക്കേണ്ടത് സൗജന്യങ്ങളുടെ പ്ലാവില കാണിച്ചല്ല എന്നും ജനങ്ങളെ സ്വയം പര്യാപ്തമാക്കിയാണ് എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം പോലും രാഷ്ട്രീയക്കാർ പരിഗണിക്കുന്നില്ല. NDA മുന്നോട്ട് വച്ച വികസനത്തിന്റെ ഭരണ നേട്ടങ്ങൾ അനുഭവം കൊണ്ട് തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ 400 സീറ്റ് എന്നത് ഒരിക്കലും അസാധ്യമാകില്ല. എന്നാൽ ഇപ്പോഴുള്ള ഗവൺമെന്റിന് വൻ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേക്കാമെന്നുള്ള ഭയം മാത്രം പ്രതിപക്ഷം ജനങ്ങളുടെ ഇടയിൽ പ്രചാരണമാക്കുന്നത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. വികസനമായിരിക്കണം സർക്കാരുകളുടെ ലക്ഷ്യവും അജണ്ടയും.